മാറുന്ന കാലത്തിനൊപ്പം, മാറുന്ന ചിന്തകൾക്കൊപ്പം, മാറുന്ന ട്രെൻഡിനൊപ്പം, മാറുന്ന അറിവുകൾക്കൊപ്പം മാറാതെ മലയാളി മനസ്സിൽ എന്നും തുടരുന്ന അശ്വമേധം. ഇത് സീസ് എഡ്ടെക് അശ്വമേധം. സ്വാഗതം ചെയ്യുന്നു അവർ ജൂറി ശ്രീ ജോ ആന്റണി. നമസ്കാരം സർ. നമസ്കാരം. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അറിവിന്റെ നക്ഷത്രത്തെ, ഡോക്ടർ GS പ്രദീപ്. വെൽക്കം ബാക്ക് ടു സ്വീസ് എഡ്ടെക് അശ്വമേധം. ഈ വേദിയിലേക്ക് കടന്നു വരുന്ന മത്സരാർത്ഥി നിരവധി സവിശേഷതകൾ കൊണ്ട് വ്യത്യസ്തയാണ്. നിയമത്തിൽ ബിരുദാനന്തര ബിരുദം LLM നേടിയ ഈ വ്യക്തി നൃത്തത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ കർമ്മത്തിൻ്റെ പ്രധാന പാതകൾ കണ്ടെത്തി. തിരുവാതിര കളിയിൽ ഗവേഷണം നടത്തുന്നു. വിവിധ നൃത്തരൂപങ്ങൾ അവതരിപ്പിക്കുകയും അഭ്യസിപ്പിക്കുകയും ചെയ്യുന്നു. കലോത്സവങ്ങളിൽ വിധികർത്താവാണ്. വിവിധ ചാനലുകളിലെ അവതാരകയാണ്. മികച്ച കോമ്പയറിനുള്ള സംസ്ഥാന പുരസ്കാരം കരസ്ഥമാക്കി. ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യാം ശ്രീമതി മായ. വാക്ക് ഇൻ പ്ലീസ്. മായയുടെ മുഴുവൻ പേര്? മായാവി. മായാവി. യെസ്. അപ്പോൾ ആള് മായാവിയാണ്. ഇനീഷ്യൽ വി ആണ്. വിജയലക്ഷ്മി ഞാൻ ഈ കുറേ കാലം കൊണ്ട് മായാവി ഒന്ന് കാണണം, മായാവി ഒന്ന് കാണണം എന്ന് പറഞ്ഞു. മായ ലോ അക്കാഡമിയിലാണ് പഠിച്ചത്. അതെ. LLM കഴിഞ്ഞു. LLM അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. തീർച്ചയായും അവിടെ ഫാക്കൽറ്റിയാണ്. അവിടെ ലോ അക്കാഡമിയുടെ ജേർണലിൻ്റെ സെക്ഷനിലും കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. ലോ അക്കാഡമി റിവ്യൂ എന്ന് പറഞ്ഞിട്ട് അക്കാഡമി ലോ ജേർണലിൻ്റെ എഡിറ്റിംഗ് സെക്ഷനിലാണ്. ഓക്കെ. നൃത്തം കുഞ്ഞുനാളിലെ തന്നെ അഭ്യസിക്കുന്നു, ഇപ്പോഴും തുടരുന്നു. പഠിപ്പിക്കുകയും ചെയ്യുന്നു. പഠിപ്പിക്കൽ ഇപ്പോൾ അത്രയ്ക്ക് അങ്ങ് നടക്കുന്നില്ല. ബാക്കി വർക്കിൻ്റെ ആ ഒരു ആ ടൈം ടേബിൾ കാരണം പഠിപ്പിക്കൽ നടക്കുന്നില്ല. എന്നാലും പരിപാടികൾ ചെയ്യുന്നുണ്ട്. തിരുവാതിരക്കളിയിൽ ഗവേഷണം നടത്തുന്നു. അതും പാതി വഴിക്ക് വെച്ച് മുറിഞ്ഞു പോയി എന്ന് വേണം പറയാൻ. തുടരാൻ സാധിച്ചില്ല. ഇനി അതൊന്നും കൂടി പൊടി തട്ടിയെടുക്കണം. പക്ഷേ ഇതിനെക്കാട്ടിലുമൊക്കെ ഉപരിയായി ഞാൻ ക്ലാപ്പ് എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാപകയൊക്കെ ആണെന്ന് പറയാനായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ക്ലാപ്പ് എന്ന് പറഞ്ഞാൽ കോൾ ഫോർ ലീഗൽ അവെയർനെസ് ആൻഡ് പ്രൊട്ടക്ഷൻ. അതിൻ്റെ ചുരുക്കപ്പേരാണ് ക്ലാപ്പ്. അപ്പോൾ അതിൻ്റെ ഒരു ബഡിംഗ് സ്റ്റേജ് കോൾ ഫോർ ലീഗൽ അവെയർനെസ് ആൻഡ് പ്രൊട്ടക്ഷൻ. വെരി ഗുഡ്. താങ്ക് യു. നിയമബോധനത്തിൻ്റെയും നിയമബോധവൽക്കരണത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്ന പ്രസ്ഥാനം. അത് ഗംഭീരമാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി നിലകൊള്ളുന്ന സംഘടനയാണ്. കഴിയുന്നതും അവരെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. തീർച്ചയായും. ചുറ്റുമുള്ള വാർത്തകളൊക്കെ വളരെ വേദനിപ്പിക്കുന്നതാണ്. തീർച്ചയായിട്ടും. 2 ദിവസം മുമ്പുള്ള പത്രവാർത്തയിൽ തന്നെ ഒരു ചൈൽഡ് അബ്യൂസിൻ്റെ വാർത്ത പുറത്തു വന്നു. നിരവധി. അല്ല ഞാൻ പറഞ്ഞ ഈ 2 ദിവസം മുമ്പെന്ന് പറയുന്നത് ഈ ഷൂട്ടിങ്ങിന് 2 ദിവസം മുമ്പ് വന്ന വാർത്ത എന്ന് പറയുന്നത് അച്ഛൻ നിരന്തരമായി പീഡിപ്പിച്ച കുട്ടിയുടെ അമ്മ വേദനയാണ്. അതെ. അതിനും 2 വശമുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? പ്രതീക്ഷിക്ക് എന്ത് തോന്നുന്നു അങ്ങനെ? കാര്യം അമ്മ അച്ഛനെ കൊലപ്പെടുത്തി എന്ന് കേൾക്കുമ്പോൾ അതിനും 2 വശം പിടിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ ഇടയിലുള്ളത്. ശരിയായെന്നും അല്ല എന്നുമുള്ള. അല്ല, കൊലപാതകം എന്നത് ഒരു കുറ്റകൃത്യം തന്നെയാണ്. പക്ഷേ നിയമത്തിൻ്റെ അല്ലെങ്കിൽ സാങ്കേതികമായ കാര്യങ്ങളുടെ അതൊക്കെ നിങ്ങളാണ് അതിൻ്റെ എക്സ്പെർട്ടുകൾ. പക്ഷേ അതിനപ്പുറം എന്നെപ്പോലൊരു സാധാരണ മനുഷ്യൻ അതിനെ നോക്കിക്കാണുമ്പോൾ ഒരു അമ്മയുടെ ഏറ്റവും വലിയൊരു ദശാസന്ധിയുടെ നടുവിലാണത് അല്ലേ? സ്വന്തം കുഞ്ഞിൻ്റെ ജീവിതത്തിനോടൊപ്പം പിന്നീട് വരുന്ന തൻ്റെ തടവറയോ അല്ലെങ്കിൽ താൻ ചെയ്യുന്ന പ്രവൃത്തിയോ ഒന്നും അല്ലല്ലോ ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതല്ല. തീർച്ചയായും. മനുഷ്യരിൽ മാത്രമല്ല, കോഴിയിൽ പോലും അല്ലേ? അതെ. അപ്പം അതുകൊണ്ട് നിയമം കാണുന്നതിനും അപ്പുറം മനുഷ്യൻ കാണുന്ന ചിലതുണ്ട്. തീർച്ചയായിട്ടും. അത് തന്നെയാണ് കറക്റ്റായിട്ടുള്ള ആ ഒരു. പണ്ട് അശ്വമേധത്തിലൊരു എപ്പിസോഡിൽ ഞാൻ ഒരു മത്സരാർത്ഥി മനസ്സിൽ വിചാരിച്ച പേര് അന്ന് വാർത്താ പ്രാധാന്യമുള്ളത് കൊണ്ട് അംഗീകരിക്കപ്പെട്ടതാണ്. അന്നത്തെ ആ ദിവസമായതുകൊണ്ടാകാം. ശ്രീ ബാബു ഭരദ്വാജ് ജൂറി ആയിരുന്നു. അദ്ദേഹം അംഗീകരിച്ച ഒരു പേര് ഞാൻ കണ്ടെത്തി. പക്ഷെ കണ്ടെത്തിയപ്പോൾ അത് 2002 അശ്വമേധത്തിൻ്റെ ആദ്യകാലം. ഞാൻ ആ ഫ്ലോറിൽ കരഞ്ഞു പേര് പറഞ്ഞപ്പോൾ. ഉള്ളിൽ നിന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെ പറയേണ്ടി വന്നു.
അത് ആ കുട്ടിയുടെ പേര് കൃഷ്ണപ്രിയ എന്നൊരു കുട്ടിയായിരുന്നു. ആ കുട്ടിയെ ക്രൂരമായ റേപ്പിന് വിധേയനാക്കിയ മനുഷ്യൻ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അയാളെ വെടിവെച്ച് കൊന്ന അച്ഛൻ ശങ്കരനാരായണൻ എന്നാണ് അയാളുടെ പേര് എന്നാണ് എൻ്റെ ഓർമ്മ. പാലക്കാട് ജില്ലയിലാണ്, പാലക്കാട് മലപ്പുറം ബോർഡറിലാണ്. അപ്പോൾ അടിസ്ഥാനപരമായി മകൻ അല്ലെങ്കിൽ മകൾ, കുഞ്ഞ് എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു കാര്യം, കരുതലാണ്. എന്തോ എങ്കിൽ പോലും നിയമത്തിൻ്റെ വഴിക്ക് അല്ലേ? അതെ അതെ അതെ. ഒപ്പം മായ സംസ്ഥാന പുരസ്കാരം നേടിയ അവതാരകയാണ്. അതെ, 2018 പരിപാടിക്ക് 2019 അവാർഡ് കിട്ടുന്നത്. മോർണിംഗ് ഷോയുടെയും ആങ്കറായിരുന്നു ദൂരദർശൻ. സുദിനം മോർണിംഗ് ഷോയുടെ 4 വർഷത്തോളം തുടർച്ചയായിട്ട് മോർണിംഗ് ഷോയുടെ അവതാരകയായിരുന്നു. ഇപ്പോൾ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്യുന്നു. പാട്ട് പാടുമല്ലേ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പാടുമെന്നാണ് അർത്ഥം. രണ്ടുപേരും പാടി റിലാക്സ് ചെയ്തിട്ട് ആദ്യ റൗണ്ടിലേക്ക് പോകാം. കഴിഞ്ഞ വർഷം എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ട വർഷമാണ്. അപ്പോൾ അമ്മയ്ക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പാട്ടാണ്. ഞാൻ പാട്ടുകാരിയൊന്നുമല്ല, എന്നാലും അമ്മ ഒടുവിൽ പാടിക്കേട്ട ഒരു പാട്ടാണ്. ഞാനതൊന്നിവിടെ. ചന്ദ്രൻ്റെ പ്രഭയിൽ ചന്ദനമഴയിൽ സുന്ദരരാവിൻ പുഞ്ചിരിയിൽ, ചന്ദ്രൻ്റെ പ്രഭയിൽ ചന്ദനമഴയിൽ സുന്ദരരാവിൻ പുഞ്ചിരിയിൽ, മറന്നു നമ്മൾ മണ്ണും വിണ്ണും പ്രാണസഖി, ചന്ദ്രൻ്റെ പ്രഭയിൽ ചന്ദനമഴയിൽ സുന്ദരരാവിൻ പുഞ്ചിരിയിൽ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു പ്രദീപ്ജി. അപ്പോൾ ആരംഭിക്കാം. ആദ്യത്തെ മേഖലയെക്കുറിച്ച് അറിയാം. അതാണ് ഏറ്റവും വലിയ ടെൻഷൻ. മായയാണ് ഈ മേഖലയിൽ ഉത്തരം കണ്ടെത്തേണ്ടത്. ഗ്രാൻഡ് മാസ്റ്റർ മായയാണ്. കം ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. മായ കണ്ടെത്തേണ്ടത് ഒരു കൃതിയുടെ പേരാണ്. മായയ്ക്ക് പരിചയമുള്ള ഒന്നിൻ്റെ പേര്. അതിനെക്കുറിച്ചുള്ള ഒന്നാമത്തെ സൂചന ഇതാണ്. കലീല വ ദിംന. ഇല്ല. രണ്ടാമത്തെ സൂചന ഇത് കുഞ്ചൻ നമ്പ്യാരുടെ ഒരു രേഖാചിത്രമാണ്. ഈ കൃതി കുഞ്ചൻ നമ്പ്യാർ കിളിപ്പാട്ടാക്കി എഴുതി. മൂന്നാമത്തെ ക്ലൂ, നമുക്കൊരു പാട്ട് കേൾക്കാൻ വേണമെങ്കിൽ ഈ എലിപ്പട എന്താണെന്ന് അറിയണമെങ്കിൽ എലിപ്പടയുമായി ബന്ധപ്പെട്ട ഒരാളുടെ ഒരു കൃതി നമുക്ക് കേൾക്കാം. ഇത് എലിപ്പടയുമായി നേരിട്ട് ബന്ധപ്പെട്ട പാട്ടല്ല. ഇത് മോയിൻകുട്ടി വൈദ്യരുടെ മറ്റൊരു മാപ്പിള പാട്ടാണ് അല്ലേ? മോയിൻകുട്ടി വൈദ്യർ എലിപ്പട എഴുതിയത് ഈ കൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ആണ്, അല്ലെങ്കിൽ ഈ കൃതിയിൽ നിന്ന് തന്നെ സ്വാംശീകരിച്ചതാണ്. അടുത്ത ക്ലൂവിലേക്ക് പോകാം. ശരി, സിനിമ ഇഷ്ടമാണോ? വളരെ. ഇഷ്ടപ്പെട്ട നടൻ? എല്ലാവരും ഇഷ്ടമാണ്. എന്നാലും ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ, സൗത്ത് ഇന്ത്യൻ ലെവലിൽ എല്ലാവർക്കും എന്ന പോലെ തന്നെ മമ്മൂട്ടി, മോഹൻലാൽ. മലയാളം സൗത്ത് ഇന്ത്യ മൊത്തത്തിലെടുത്താൽ എന്നാലും മമ്മൂട്ടി, മോഹൻലാൽ. തമിഴിൽ ഒന്നും ആരെയോടും? മലയാളം കഴിഞ്ഞിട്ടേ ഉള്ളൂ. മലയാളം കഴിഞ്ഞാൽ തമിഴിൽ ആരെയാണ് ഇഷ്ടം? അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, ഞാൻ ചോദിച്ചേ ഉള്ളൂ. രജനീകാന്ത്. കമലഹാസനോട് വലിയ പ്രിയമില്ല. ഇഷ്ടമാണ്. ശരി, നമുക്ക് പോസ്റ്റർ കാണാം. വലതുവശത്ത് പ്രേം നസീറൊക്കെയാണ് അല്ലേ? പ്രേം നസീർ, സോമൻ, ഉമ്മർ, ജയഭാരതിയാണ് തോന്നുന്നു. ഇടതുവശത്ത് ജയറാം, കമലഹാസനൊക്കെ ഉണ്ട്. ആ മൂവി പഞ്ചതന്ത്രമാണോ? പഞ്ചതന്ത്രം. ഈ രണ്ട് സിനിമകൾക്ക് ഒരേ പേരാണ്. പഞ്ചതന്ത്രം ആണോ? അതെ അല്ലേ?
എനിക്കറിയില്ല. എന്തായാലും 5ാമത്തെ സൂചന തരുമായിരുന്നെങ്കിൽ എന്ത് തരുമായിരുന്നു എന്ന് കുട്ടികൾക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയാൻ വേണ്ടി 5ാമത്തെ സൂചന നമുക്കൊന്ന് കേൾക്കാം. ഇനി നമുക്ക് ആദ്യത്തെ സൂചനകൾ മുതലൊന്ന് കാണാം. ഖലീല വ ദിംന. ഖലീല വ ദിംന എന്നത് പഞ്ചതന്ത്രത്തിന്റെ അറബിക് വേർഷനാണ്. പക്ഷെ ആ ചിത്രം ചിത്രത്തിലുണ്ടായിരുന്നു. നോക്കിയിരുന്നെങ്കിൽ തന്നെ അതെ ഉത്തരം. അതെ അതെ. രണ്ടാമത് ഞാൻ നൽകിയ സൂചന കുഞ്ചൻ നമ്പ്യാരാണ് പഞ്ചതന്ത്രം കിളിപ്പാട്ട് എഴുതിയത്. പഞ്ചതന്ത്രത്തിൽ നിന്നാണ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ എലിപ്പട സംശീകരിച്ചത്. 4ാമത്തേത് കൃത്യമാണ്. അതെ. അപ്പോൾ 25,000 രൂപയ്ക്ക് വേണ്ടി അശ്വമേധം കളിക്കുവാൻ മായയ്ക്ക് അവസരം. താങ്ക് യു. മായ വി അഥവാ മായാവി. മായാവി റെഡിയാണെങ്കിൽ എന്തിനാ പിന്നെ ഡാഗിനി, അല്ല സോറി, അനീഷ അവിടെ ഇരിക്കുന്നത് കാർഡ് വാങ്ങും. അങ്ങനെ പറയരുത്, അത് പറയരുത്, അത് പറയരുത്. ദാറ്റ് ഈസ് നോട്ട് പെർമിസിബിൾ. ഞാനിവിടെ ഒരു തമാശക്കാണ് അത് പറഞ്ഞത്. ഉടനെ അത് കേട്ടില്ലേ? അത് ഇല്ല, ഞാൻ കേട്ടു. ഞാൻ ചോദിച്ചു മായാവി ഇവിടെ ഇരിക്കുന്നെങ്കിൽ ഡാഗിനി എന്ന് പറഞ്ഞപ്പോൾ അവിടെ കാർഡ് കൊണ്ടുപോയിട്ട് ഇതാ കുട്ടൂസാണ്. എന്താ ചെയ്യുക സാർ ഈ പിള്ളേരക്കാരന്, ഞാനെന്താ, അതൊന്നും പാടില്ല കേട്ടോ, ജൂറിയാണ് അദ്ദേഹം. ഓക്കെ, ശരി, ആരംഭിക്കാം. ഓൾ ദി ബെസ്റ്റ്. കാണാറുണ്ടായിരുന്നു അശ്വമേധം? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇഷ്ടമാണ്. ഇഷ്ടമാണ്. അശ്വമേധം കാണുമ്പോൾ എന്താ ഇഷ്ടം? ഞാൻ കണ്ടുപിടിക്കുന്നതാണോ ഞാൻ തോറ്റു പോകുന്നതാണോ? അതല്ല, സത്യം പറയാം. താങ്കളുടെ പ്രേക്ഷകയായി കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമിക്കരുത്, ഇല്ല തോറ്റ് കാണണം. ഇപ്പോഴോ? തീർച്ചയായിട്ടും. എന്തായാലും അങ്ങനെ വരട്ടെ, അപ്പോഴാണ് നമുക്കൊരു വാശി. അപ്രൂവ്ഡ് സർ? അപ്രൂവ്ഡ്. യാഗം. നൃത്തം, നിയമരംഗം, ഈ മേഖലകളിലൊന്നാണോ മായ വിചാരിച്ച വ്യക്തിയുടെ പ്രശസ്തി? അല്ല അല്ല. മെയിൻ അതല്ല. അപ്പോൾ അതുണ്ട് ഒരു സൈഡിൽ കൂടെ. താങ്ക് യു. ഇങ്ങനെയൊന്നും പറയുന്നത് എന്നെ സഹായിക്കരുത്. എസ്സോറിന് മാത്രമേ പറയാവൂ. ഓക്കെ ഓക്കെ. പുരുഷൻ? അല്ല. അല്ല. പുരുഷനല്ല. ഇന്ത്യൻ? അതെ. മലയാളി? അല്ല. അല്ല. അല്ല എന്നാണോ പറഞ്ഞത്? മലയാളി അല്ല എന്നാണോ? മലയാളി അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. സൗത്ത് ഇന്ത്യൻ? അല്ല. അല്ല. രാഷ്ട്രീയം, കലാ, സാഹിത്യം, ഇതിലൊന്നാണോ പ്രധാനം? ഉണ്ട്. രാഷ്ട്രീയം? അല്ല. അല്ല. ലിറ്ററേച്ചർ? യെസ്. പുരുഷനാണോ എന്ന എൻ്റെ ചോദ്യത്തിന് താങ്കൾ അല്ല എന്നല്ലേ ഉത്തരം പറഞ്ഞത്, അല്ലേ? അല്ല എന്നാ പറഞ്ഞ. 10ാമത്തെ ചോദ്യം സ്ത്രീയാണോ? അതെ. ആണോ? അനാവശ്യമായിപ്പോയോ? അല്ല, അനാവശ്യമല്ല. 10 ചോദ്യങ്ങൾ, യജ്ഞം. സൗത്ത് ഇന്ത്യൻ അല്ല എന്നാണ് പറഞ്ഞത്. സൗത്ത് ഇന്ത്യൻ അല്ല. ഇൻഡോ ആംഗ്ലിയൻ റൈറ്റർ. ഇംഗ്ലീഷിലാണോ എഴുതുന്നത്? ഇംഗ്ലീഷിൽ എഴുതാറുണ്ട്. നൃത്തവുമായി വളരെ സജീവമായ ബന്ധമുണ്ട്. ചോദ്യമാണ്? അതെ. അല്ല. ശരിയാണ് സാറാ പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞത് ശരിയാണ്. ആദ്യം പക്ഷെ നേരത്തെ ചോദിച്ചപ്പോൾ ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉണ്ടായിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, ഇപ്പോഴത്തെ ഉത്തരം കറക്റ്റാണ്. ഇപ്പോഴത്തെ ഉത്തരം കറക്റ്റാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിയമരംഗവുമായി എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്നാണ്. അതല്ല നൃത്തം എന്ന് ചോദിച്ചതിനാണ്. അല്ല, ഞാൻ ആദ്യം ചോദിച്ചത് നിയമരംഗവുമായോ നൃത്തവുമായോ ബന്ധമുണ്ടോന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ നൃത്തവുമായി ബന്ധമുണ്ടോ ഇല്ല എന്നാണ് പറഞ്ഞത്. ഇല്ലെന്ന്. ദാറ്റ് മീൻസ് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ ഹാസ് സം കണക്ഷൻ വിത്ത് ദ ലീഗൽ ഫീൽഡ്. അതെ. ഓ, ഞാൻ ആവശ്യമില്ലാതെ നൃത്തത്തിൽ ഫോക്കസ് ചെയ്തു. ശരി, ഓക്കെ. സാഹിത്യവും നിയമരംഗവും. സോഷ്യൽ ആക്ടിവിസം ഉണ്ടോ? തീർച്ചയായിട്ടും. എൻവയൺമെൻറ്റൽ ആക്ടിവിസം, പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സാഹിത്യകൃതികൾ, അതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം, പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി, നദീതട സംരക്ഷണത്തിന് വേണ്ടി. റൈറ്റർ എന്നുള്ള നിലയിൽ
ദേശീയമോ അന്തർദേശീയമോ ആയ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുള്ള ആളാണ്. തീർച്ചയായും. ഇന്ത്യയിൽ തന്നെയാണോ റിസൈഡ് ചെയ്യുന്നത്? അതെ അതെ. ഓക്കെ, 16 ചോദ്യങ്ങൾ രാജസൂയം. താങ്ക് യു. താങ്കൾ വിചാരിച്ച വ്യക്തിക്ക് താങ്കൾ ഇനിഷ്യേറ്റീവ് എടുത്ത ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചല്ലോ, ക്ലാപ്പ്. ആ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടുകളുമായി അത് ലക്ഷ്യമിടുന്ന കാര്യങ്ങളുമായി താങ്കൾ വിചാരിച്ച വ്യക്തിക്ക് വളരെ ശക്തമായ വൈകാരികവും സാമൂഹികവുമായ ബന്ധങ്ങളുണ്ടോ? തീർച്ചയായും. വെറുതെ മിടിക്കുകയും നിലയ്ക്കുകയും ചെയ്യുന്ന ഒരു കേവലം അവയവം മാത്രമായി ഹൃദയം മാറുന്ന അവസ്ഥയിൽ ഒരു ലിവിങ് വെജിറ്റബിളായി ജീവിക്കുന്ന പച്ചക്കറിയെപ്പോലെ ഒരു മനുഷ്യ ശരീരം വല്ലാതെ കണ്ട് തളർന്നു പോകുമ്പോൾ ഇന്ത്യയുടെ ഹൃദയത്തിൽ വീണ ഒരു കണ്ണുനീരായി ഒരു സ്ത്രീയുടെ ജീവിതം മാറിയപ്പോൾ ആ ജീവിതത്തിന് വേണ്ടി നിയമ പോരാട്ടത്തിൽ ഏർപ്പെട്ട ഒരു എഴുത്തുകാരിയാണോ താങ്കളുടെ മനസ്സിൽ? യെസ് ഓർ നോ? യെസ് ആണ് സർ. യെസ്. ഇനി ഉത്തരം പറഞ്ഞില്ല. ഉത്തരം അറിയണ്ടേ? താങ്കൾ വിചാരിച്ച വ്യക്തി റൈറ്ററാണ്, സംശയമൊന്നുമില്ല. പക്ഷേ വ്യക്തിയുടെ ഭർത്താവ് വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലേഴ്സ് ആയ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടോ? ഉണ്ട് സർ, ഉണ്ട്. 20ാമത്തെ ചോദ്യം. താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പേരോടൊപ്പം അവരുടെ വായനക്കാരുടെ, അതിപ്പോൾ ബോംബെയുടെ ഓൺസ്വാസ് ബോംബെ അടക്കമുള്ള കൃതികളൊക്കെ അവിടെ നിൽക്കട്ടെ, ബോംബെയുടെ കൃതിയായാലും അതിൽ മറ്റ് നിരവധി കൃതികളുണ്ട്, ഈ കൃതികളൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പേര് ഈ രാജ്യം, ഇന്ത്യ എന്ന നമ്മുടെ മഹാരാജ്യത്തിൽ 140-ൽ പരം വരുന്ന കോടി മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് ഒരു വലിയ എന്താ പറയുക കത്തിച്ചു വെച്ച മെഴുകുതിരിയുടെ പ്രഭയോടെ കടന്നു വന്നത് അരുണ ഷാൻബാഗ് എന്ന പേരോട് ചേർത്ത് വെച്ചാണ്. തീർച്ചയായും. അതൊരു ഗംഭീര സെലക്ഷൻ. താങ്ക് യു. പക്ഷേ ഞാനിവരുടെ പേര് ഓർത്തെടുക്കാനാണ് പ്രയാസപ്പെടുന്നത്. എനിക്ക് ആളറിയാം. അരുണ ഷാൻബാഗിന് വേണ്ടി നിയമയുദ്ധത്തിൽ ഏർപ്പെട്ട എഴുത്തുകാരി, ഓൺസ്വാസ് ബോംബെ, ശങ്കരയ്യരുടെ ഭാര്യ. എത്രയും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും. ശങ്കരയ്യറിനെ അറിയാം, പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ആകസ്മികതയാണ്. വളരെ ആക്സിഡൻ്റൽ കോയിൻസിഡൻസ് ജീവിതത്തിൽ പറയട്ടെ. ഞാൻ ഒരു കാര്യവുമില്ലാതെ ഈ ക്ലാപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കൃഷ്ണപ്രിയയുടെ എപ്പിസോഡ് ഓർമ്മിച്ചു. കൃഷ്ണപ്രിയയുടെ എപ്പിസോഡ് ഓർമ്മിച്ചപ്പോൾ കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണനെ കുറിച്ച് ഞാൻ പറഞ്ഞു. നോക്കൂ, ഇവിടെ ശങ്കരയ്യരുടെ ഭാര്യയെക്കുറിച്ചാണ് അല്ലേ? സമാനമല്ല, മറ്റൊരു രൂപത്തിൽ, മറ്റൊരു അല്പം സംസ്ഥാനങ്ങൾക്കപ്പുറത്ത് മറ്റൊരു നിരപരാധിയായ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക്. നല്ല ഡ്രസ്സാ. താങ്ക് യു. എന്താ എൻ്റെ കളറ്? ഈ ഡ്രസ്സിൻ്റെ ഉത്തരമാണതിൻ്റെ, ഞാൻ പറയില്ല, ഷോ കഴിഞ്ഞ് പറയാം. ഡ്രസ്സിൻ്റെ കളർ ഇത് വയലറ്റാണോ? അല്ല, വയലറ്റ് അല്ല. വയലറ്റ് ആണോ ഇത്? അത് ലാവൻഡറാ. ലാവൻഡർ. കൂട്ടുകാരിയാ? ഇതിനുത്തരം പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുണ്ടല്ലോ, അവരൊക്കെ ഞാൻ വെജിറ്റബിൾ എന്ന് പറയുമ്പോൾ അല്ലേ, പച്ചക്കറിയെ പോലുള്ള ജീവിതം എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ഉത്തരമായി കഴിയും. സോ മായ, ക്ലാപ്പ് എന്ന പ്രസ്ഥാനം മായ ഒരു അല്പം വിനയത്തോടു കൂടി ആരംഭിച്ചു, സ്ഥാപിച്ചു എന്നൊക്കെ പറയാമോ എന്നറിയില്ല, എന്നൊക്കെ പറഞ്ഞുവെങ്കിലും പൈനീർ ചെയ്ത മായയ്ക്ക് ഇത്തരമൊരു പ്ലാറ്റ്ഫോമിൽ വിചാരിക്കാവുന്നതും വിചാരിക്കേണ്ടതുമായ ഏറ്റവും ഉചിതമായ പേരാണ് താങ്കൾ പിങ്കി വിരാനിയുടെ പേര് മനസ്സിൽ വിചാരിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകും. ശങ്കരയ്യരുടെ ഭാര്യ എന്നതൊന്നും അല്ല. പിങ്കി വിരാനി എന്ന് പറയുന്ന റൈറ്ററിൻ്റെ എന്താ റീഡർഷിപ്പുമല്ല. അതിനുമപ്പുറത്ത് ഈ രാജ്യം അവരെ ആരാധിക്കുന്നത്
അരുണ ഷാൻബാഗിന് വേണ്ടിയുള്ള അവരുടെ നിയമ നിലപാട്. പോരാട്ടത്തിലും നിലപാടിലും പൊരുതല്ലുമാണ്. അതെ. ഇപ്പോഴും സോഴ്സ് വെളിപ്പെടുത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ നിന്ന് ത്രെറ്റുകൾ ഉണ്ടായി എന്നാണ് അന്ന്. വളരെ ശരിയാണ്. അതെ അതെ. ഗംഭീരമായ സെലക്ഷൻ. താങ്ക് യു. സോ ഇറ്റ്സ് ദാറ്റ്. അതെ പിങ്കി പിരാനി. അതെ. അവരുടെ ഏത് പുസ്തകമായിട്ടും ഇഷ്ടം? ബിറ്റർ ചോക്ലേറ്റ്. Bitter chocolate, അതെ, bitter chocolate. നാഷണൽ അവാർഡ് കിട്ടിയ. അതെ. ബിറ്റർ ചോക്ലേറ്റ് എന്ന് Child പറയുന്നത് sex ചൈൽഡ് abuse. സെക്സ് Sex അബ്യൂസ് abuse. ആണ്. ചൈൽഡ് സെക്സ് അബ്യൂസ്. അതെ, അതെ. പക്ഷേ ആസ് എ റൈറ്റർ വൺസ് വാസ് ബോംബെ അല്ലേ അതെ, ഒരു once പുസ്തകം. was Bombay, അതെ. അതാണ് അവരുടെ ഒരു മാഗ്നം ഓപ്പസ് എന്നൊക്കെ പറയാവുന്ന പുസ്തകം. പക്ഷേ ആ ഒരു ലേഡി അരുണയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത നിലപാടിനോടാണ് അത്രമാത്രം ആ വ്യക്തിയെ മനസ്സിലേക്ക് എടുത്തത്. കാരണം സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാന വിധി ന്യായം അതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ഈ ലോകം അല്ലെങ്കിൽ നമ്മുടെ രാജ്യമൊക്കെ പൂർണ്ണമായും വെളിച്ചം കെട്ടുപോകുന്ന ഒന്നാകാതിരിക്കുന്നതിന് പിന്നിൽ പിങ്കിയുടെയും ടീസ്റ്റയുടെയും ഗൗരിയുടെയും ഒക്കെ പോരാട്ടങ്ങൾ തന്നെയാണ് കാരണം അല്ലേ? അതെ. യൂത്തനേഷ്യ മേഴ്സി കില്ലിങ്ങിൻ്റെ വേണ്ടിയിട്ടാണ് പിങ്കി വിരാനി ആ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്യുന്നത്. അല്ല, യൂത്തനേഷ്യയ്ക്ക് വേണ്ടി പിങ്കി വിരാനി ഫയൽ ചെയ്യുകയും ഹർജി കൊടുക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഈ ലോകം മുഴുവൻ ഏറ്റവും വേദനയോടുകൂടി ആ ഞെട്ടൽ അറിയുന്നത്, ആ ഒരു അവസ്ഥ അറിയുന്നത്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ താങ്കളുടെ സെലക്ഷന് വേണ്ടി നൽകുന്നത് താങ്കൾ നേതൃത്വം കൊടുത്ത സംഘടനയുടെ പേരാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പിങ്കി വിരാനി എഴുത്തുകാരി, പത്രപ്രവർത്തക, മനുഷ്യാവകാശ പ്രവർത്തക, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കും ലൈംഗിക ചൂഷണങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന വനിത. ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നതിനിടെ അതിക്രൂരമായി ഉപദ്രവിക്കപ്പെട്ട് കോമാവസ്ഥയിൽ 42 വർഷങ്ങളോളം കഴിയേണ്ടി വന്ന അരുണ ഷാൻബാഗ് എന്ന സ്ത്രീക്ക് ദയാവധം അനുവദിക്കണമെന്ന പെറ്റീഷനുമായി സുപ്രീം കോടതിയെ സമീപിച്ചത് പിങ്കി വിരാനിയായിരുന്നു. സുപ്രീം കോടതി ദയാവധം നിഷേധിച്ചുവെങ്കിലും പിങ്കിയുടെ ശ്രമങ്ങളെ മനുഷ്യത്വപരമായി കാണുന്ന പലരും അവർക്ക് അനുകൂലമായി നിലകൊണ്ടു. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾ വിഷയമാക്കി ഒട്ടേറെ പുസ്തകങ്ങളും പിങ്കി എഴുതിയിട്ടുണ്ട്. മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന അവരുടെ തുറന്നെഴുത്തുകൾക്ക് പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അനീഷ പ്ലീസ്. എനിക്ക് സത്യത്തിൽ മായ മനസ്സിൽ വിചാരിച്ചത് കണ്ടുപിടിക്കാൻ കഴിയരുത് എന്നൊരാഗ്രഹം എനിക്കും സ്വാർത്ഥമായി ഉണ്ടായിരുന്നു കേട്ടോ. മറ്റൊരു പേരാണെങ്കിൽ ചിലപ്പോൾ അത്ര തീക്ഷ്ണമായി ചിന്തിക്കാൻ മെനക്കെടില്ലായിരുന്നു ഞാൻ. പക്ഷേ പിങ്കി വിരാനിയെ ഓർത്തെടുക്കാതിരിക്കുക എന്നത് ഇത്തരമൊരു പുരോഗമന പ്രവർത്തനത്തിനോട്, അശ്വമേധം എന്നത് വായനയുടെയോ ഓർമ്മയുടെയോ വീണ്ടെടുക്കൽ മാത്രമല്ല, നേരുകളുടെ നടുവിൽ നിന്ന് പലപ്പോഴും ഓർമ്മകളുടെ മുന്നിൽ നിശബ്ദരായി പോകുന്ന ഒരു ജനതയോട് നടത്തുന്ന ആത്മസംവാദത്തിൻ്റെ ആവശ്യകതയെ ആരായുന്ന പുരോഗമന പ്രവർത്തനമാണ്. ആ പുരോഗമന പ്രവർത്തനത്തിൻ്റെ വേദിയിൽ ഓർത്തെടുക്കുകയും പേർത്തും പറയുകയും ചെയ്യേണ്ട പേരാണത് എന്നതുകൊണ്ടാണ്. ഒരു സ്നേഹം, ഇഷ്ടം, ഒപ്പം അത് താങ്കളുടെ നിയമജ്ഞയോട് നർത്തകിയോടൊക്കെ ഉണ്ട്. അതിനേക്കാളേറെ ക്ലാപ്പ് എന്ന ആ പ്രസ്ഥാനം. നോക്കൂ, ക്ലാപ്പ് എന്ന പ്രസ്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. വല്ലാതെ കണ്ട് വേദനിക്കുന്ന പെൺമക്കളുള്ള ഒരു രാജ്യം ഇരുട്ടിലേക്ക് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. പെൺകുട്ടികൾ നിറഞ്ഞ ഹൃദയത്തോടെ, ആഹ്ലാദത്തോടെ, സ്വാതന്ത്ര്യത്തോടെ, ആത്മാഭിമാനത്തോടെ പുഞ്ചിരിക്കുന്ന പുലരികൾ മാത്രമുണ്ടാകട്ടെ നമുക്ക് ചുറ്റും. ഗുഡ് നൈറ്റ്. നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം. ബയോഡേറ്റ അയക്കേണ്ട വിലാസം ashwamedham@kairalitv.in.